അവിടെ ഒരു റെമഡിയൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. അതായത് ഒരു ജോലി പ്ലേസ്മെന്റ് ഓഫറാണ് നമുക്ക് ക്ലിക്കായിട്ടുള്ളത്. ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ചേർന്നത്. അങ്ങനെ ഒരു നീണ്ട 25 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാനൊരു പഠനം പുനരാരംഭിച്ചതാണ്. അപ്പം എന്താ പറയാ, ഒരു ജോലി വീട്ടിലിരുന്നിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്യാൻ ഒരു പെർമിഷൻ കുറവുള്ളത് കൊണ്ട്, സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് മുൻഗണന. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡ് റെമഡിയേഷൻ എന്ന് പറയുന്ന സംഭവം ഒരു 2007-2008 കാലഘട്ടങ്ങളിൽ നമുക്ക് പുറത്തറിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. ഒരുപാട് കുട്ടികൾ നമ്മളൊക്കെ ചിലപ്പം ഈ ഒരു പഠന പ്രയാസം അനുഭവിച്ച ഒരാളായിരിക്കാം. അത് പുറത്തറിഞ്ഞ് ഇതിനൊരു എല്ലാവരിലേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു വർഷമാണ് ഈ 2007-2008 ഘട്ടങ്ങൾ. അപ്പം എൻ്റെ മകന് നമ്മളിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. സുമി മാം പറഞ്ഞതുപോലെ പഠിപ്പിച്ചു കൊടുക്കും, കുറച്ച് കഴിഞ്ഞാൽ മറക്കും. അപ്പം അതുപോലെ ബൈഹാർട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ടീച്ചേഴ്സിനോട് ഞാൻ ചോദിക്കും, ആർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ വായിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം ടീച്ചേഴ്സിന് പോലും അറിയാത്തൊരു കാലഘട്ടമായിരുന്നു ഈ പഠനപ്രയാസം എന്തെന്നുള്ളത്. അപ്പം ഈ ഒരു അന്ന് എനിക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു കാര്യമാണ് ഇന്ന് എന്തിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷെ എനിക്ക് ലേറ്റായി പോയെങ്കിലും അത് നമുക്ക് മുന്നിലോട്ട് പല കുട്ടികൾക്കും ഹെൽപ്പ് ആവും. ഒന്ന് ഇൻകം എല്ലാം. പക്ഷെ ഞാൻ എത്തിപ്പെട്ടത് റെമഡിയേഷനിലല്ല. ഞാൻ ഡാഷ് ട്യൂഷന്റെ കോർഡിനേറ്റർ ആയിട്ടാണ് ഇപ്പൊ ലേൺഫിഡൻസിൽ വർക്ക് ചെയ്യുന്നത്. തീരെ പ്രതീക്ഷിക്കാത്തൊരു മേഖല പഠിച്ചെടുത്തു, റിഹാൻത മാം പഠിപ്പിച്ചെടുത്തു. അപ്പം ഇന്നിപ്പം സാറ് പറഞ്ഞതുപോലെ നമ്മള് പഠിക്കാൻ ചെലവാക്കിയ 25,000 അത് ഞാൻ ജോലി ചെയ്ത് തിരിച്ചെടുത്തു. ഇനി എനിക്ക് കിട്ടുന്നത് എന്റെ ലാഭമാണ്. ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ എൻ്റെ ശമ്പളം കൊണ്ട് വാങ്ങിച്ചാണ്. എൻ്റെ കോൺവെക്കേഷന് അത് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത്. സത്യം പറയാം, ഇതുവരെ കിട്ടിയതൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചെങ്കിലും ഇതിന് ഞാൻ വരുന്നത് ഞാൻ അഡ്വാൻസ് ഉണ്ടാക്കിയ ഒരു ക്യാഷ് കൊണ്ട് വേണമെന്നൊരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ നിറവേറ്റി. വളരെ സന്തോഷം. പിന്നെ അതുപോലെ ബന്ധങ്ങൾ, സാർ പറഞ്ഞ പോലെ മെച്ചപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അത് നിലനിർത്താൻ കഴിയുക, അവസരങ്ങൾ നമ്മൾ തെരഞ്ഞു പിടിക്കുക. ഇന്നിപ്പോ സാറിനോട് പറഞ്ഞു, അവസരങ്ങൾ നമ്മൾ മുതലെടുക്കണം, അത് റെഡിയാക്കി എടുക്കണം. അതുപോലെ ബന്ധങ്ങളിപ്പം കേരളത്തില് അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, DP മുതൽ കാസർഗോഡിലെ ദിൽഷാന വരെ ജയശ്രീ മാം ഒക്കെ നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത്, ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് വന്നിരിക്കുകയാണ്. അതുപോലെയാണ് മെന്റേഴ്സ്. നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിത്തരാനും നമുക്ക് വഴി തെളിച്ചു തരാനും, മുനിറ മാം പറഞ്ഞ പോലെ ഓടി വരുന്ന കുതിരകളെ പോലെ അല്ല മിസ്സേ, അവസരങ്ങള് ഓടി വരുന്ന കുതിരകളെ പോലെയാ. അതിനെ നമ്മൾ പിടിച്ചു കെട്ടണം, അത് ഓടിപ്പോവും. അതിന് നമ്മൾ ചാടി പിടിച്ചോളാം എന്നാ പറഞ്ഞത്. എനിക്കൊരു ജോലിയുടെ ഓഫർ വന്നപ്പോ ഞാൻ മിസ്സിനെ വിളിച്ചു. മിസ്സേ ഇങ്ങനെ ഒരു വിളിക്കുന്നു, ഞാൻ എന്ത് പറയണം? മിസ്സേ കുതിര, ഓടി വരുന്ന കുതിരയെ പിടിക്കണം എന്നാ പറഞ്ഞത്. ഞാൻ പിടിച്ചു. ഞാൻ ചോദിച്ചു, അറിയോ? എക്സ്പീരിയൻസ് ഇല്ല, എനിക്കറിയില്ല. 1/2 മണിക്കൂർ മതി, ഞാൻ പഠിപ്പിച്ചുതരാം. മിസ് എന്നോട് പറഞ്ഞതാ. കാരണം എനിക്കൊന്നും അറിയില്ലായിരുന്നു. 25 വർഷം മുന്നേ കമ്പ്യൂട്ടർ ഡിഗ്രി കഴിഞ്ഞു, കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞു, മടക്കി വെച്ചു. പിന്നെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സാണ് കഴിഞ്ഞത്. അത് വീട്ടിലിരുന്ന് ചെയ്തു, അല്ലാണ്ടൊന്നും പുറത്തു പോയില്ല. പക്ഷെ ഇതെന്ന് ഞാൻ എങ്ങനെ എന്താ പറയാ, പലതും പഠിച്ചെടുത്തു. ആഗ്രഹിച്ചത് നേടിയ സമയമാണ് ഇപ്പോൾ. കാരണം ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലിയിലേക്ക് എത്തിപ്പെട്ടത്. ടീച്ചിങ് ഇഷ്ടമായിരുന്നു, പക്ഷെ ടീച്ചിങ്ങിനല്ല ഞാൻ എത്തിപ്പെട്ടത്. ഒരു എന്താ പറയാ, പുതിയൊരു മേഖല, പുതിയ കാര്യങ്ങൾ പഠിച്ചു. നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിട്ടും അത് എന്തിനൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്, നമ്മളൊരു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമോ കാര്യങ്ങളും നോക്കി വെറുതെ ഫോൺ ചെയ്ത് വാട്സപ്പ്. പക്ഷെ അതല്ല, ഈ ഓഫീസ് വർക്ക് മുഴുവൻ ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ ഫോണിലാണ്. അപ്പം പുതിയ മേഖലകൾ 25 വർഷത്തിന് ശേഷമാണ് ഞാനിതൊക്കെ പഠിച്ചെടുക്കുന്നത്. അപ്പം സാറ് പറഞ്ഞ പോലെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണത്. പണ്ടത്തെ ഷീട്ടല്ല ഇപ്പോ. കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട്. പിന്നെ കഴിയും, എനിക്ക് പലതും കഴിയുന്ന ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. താങ്ക് യു ലേൺഫിഡൻസ് ആൻഡ് മെന്റേഴ്സ് സർ, എല്ലാവർക്കും. പിന്നെ എന്റെ ഫ്രണ്ട്സ്, കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് എല്ലാവർക്കും താങ്ക് യു.